കണ്ടില്ലേ ഞാൻ പൊതീന കുപ്പിയിൽ നട്ട അടിപൊളിയെ നട്ടത്. ഇതെങ്ങനെ നട്ടു, ഇതിൽ ഞാൻ എന്തെല്ലാം ചേർത്തു, ഇതിന്റെ ടെക്നിക്ക് എന്താണെന്നുള്ള ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എന്നും പറയും പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കണം കേട്ടോ. അറിയാം നിങ്ങൾ ലൈക്ക് ചെയ്ത് എന്നെ സ്നേഹിച്ചിട്ട് തന്നെയാ കാണുന്നെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഉർക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. നല്ല ഭംഗിയായിട്ട് ഞാൻ നട്ട് സ്ഥലമില്ലാത്തവർക്കും ഒക്കെ നല്ല ഉപകാരമുള്ള ഒരു സംഭവം ഞാൻ ഇന്ന് നടാൻ പോകുന്നത് കേട്ടോ. എന്നാൽ വരി നമുക്ക് വീഡിയോയിലിട്ട് പോവാലോ. നിങ്ങൾ വിചാരിക്കൂ ഇതെന്തായാലും സാധാരണ എൻ്റെ പൂക്കളല്ല ഉണ്ടാവുക. ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന എന്തൊക്കെ സംഭവം നോക്ക്. ഒരു വീട്ടമ്മക്ക് ഒരു വീട്ടിൽ ആവശ്യമുള്ള സംഭവങ്ങളാണ്. എന്താ കരിവേപ്പില, ഇതെന്താ അറിയോ, ഇതൊരു ആഫ്രിക്കൻ ചീരയാണ്. അത് നിർബന്ധം വീട്ടിൽ കേട്ടോ. പിന്നെ ഇഞ്ചി, ഇവരെ കുടുംബത്തിൽ പെട്ട ഒന്നായി ഞാൻ നടാൻ പോകുന്നത് അറിയാം. ഇതൊരു മല്ലിയിലയാണല്ലോ. ഞാൻ പൊതീന നടുന്ന ഞാൻ കാണിക്കുന്നത്. പൊതീന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസം, ഉണ്ടെങ്കിലും അത് നിറച്ചുണ്ടായാൽ ഞാൻ ചെത്തിക്കൊരി കളയലുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കുപ്പിയിൽ നടട്ടെ എന്ന് വിചാരിച്ച്. ഈ പൊതീന കുപ്പിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണെപ്പം വേണം, കണ്ണെടുക്ക് നനച്ചു കൊടുക്കണം, അത് മാത്രം. അപ്പോൾ ഞാൻ പറയാം ഈ കുടുംബക്കാരെ നമുക്ക് എപ്പോൾ ആവശ്യമാണ്. പൊതീന എന്തെല്ലാം ആവശ്യത്തിന് വേണം. അപ്പോൾ ഞാൻ ഇന്ന് സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയിട്ടും സ്ഥലമുള്ളവർ തന്നെ നിറച്ചുണ്ടാക്കിയിട്ട് ഇനി പോരാന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നടുന്നതാണിതാ. ഒരു കുപ്പി എടുക്കുക. കുപ്പിൻ്റെ അടിഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്തു. ഇത് വൃത്തിയില്ല, കാരണം ഇതിൽ ഞാൻ ഒന്ന് നട്ട് എൻ്റെ പൊന്നാങ്കണ്ണി നട്ട് വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഇത് ഉള്ളൊന്നും കഴുകില്ല. എന്തിനു കഴുകുന്നത്, അവൻ ഇനിയും മണ്ണിടാൻ പോവുക. അതോടൊന്നും വിചാരിക്കത് വൃത്തിയില്ല എന്നൊക്കെ കേട്ടോ. ഇതാ ഒരു കയറ്, അതിൻ്റെ അന്ന് തൂക്കിയിട്ട തന്നെയാണിത്. ഇതാ കണ്ടില്ലേ, നിറയെ ഹോൾസും അങ്ങ് ഇട്ട് കൊടുത്ത്. ഒക്കെ പണ്ടത്തെ ഹോൾസാ, പുതിയതൊന്നുമല്ല. നന്നായിട്ട് ചീവീടിൻ്റെ കരച്ചിലുണ്ടാവും. ഇത് വൈകുന്നേരം. അപ്പോൾ ഞാൻ മൂടി കളഞ്ഞണല്ലോ. അപ്പം ഞാനത് ഇതാ ഇതെൻ്റെ ബെഡ് ബോൾസിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടതായിരുന്നു. അതെടുത്ത് ഒന്നും കൂടി കുടഞ്ഞ് രണ്ടാമത് ഇടുന്ന. ബെഡ് പൊളിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബെഡ് പൊളിച്ചതെന്ന് പറഞ്ഞത്. കാരണം ഞാൻ കത്തിക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെത് എനിക്ക് ബുദ്ധി വന്ന് ഞാനിത് നടാനെടുക്കാമല്ലോ. അതുപോലെ ആർക്കെങ്കിലും കത്തിക്കാൻ വെച്ചവരാണെങ്കിൽ പൊളിച്ചിട്ട് നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പോട്ടി മിക്സ് ഉണ്ടല്ലോ, കൂത്തി ഒലിച്ചങ്ങ് പോവൂല. ഇത് തടയും. പിന്നെ വെള്ളം ഒരാവശ്യത്തിന് അങ്ങ് നിലനിർത്തി തരും. അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ ഇതിനുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മണ്ണിടട്ടെ. ഈ ചകിരിൻ്റെ ഇതും കൂടെ അങ്ങ് ഇടട്ടെ കേട്ടോ. ഇതൊക്കെ എന്താണെന്നറിയോ, എൻ്റെ പിന്നെ ശീമക്കൊന്നൻ്റെ തണ്ട് ചീഞ്ഞതൊക്കെയാ, നല്ലൊരു വളമാണല്ലോ. അതിൻ്റെ മേലെ ഞാൻ മണ്ണിടുന്നു. ഈ മണ്ണിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഇട്ട് നല്ലോണം അങ്ങ് ഇനി മേലെ ഇടുന്നതൊക്കെ വേഗം കമ്പോസ്റ്റ് ആയിക്കോളൂ. അടിയത്തും കമ്പോസ്റ്റ് ആവും, കണ്ടില്ലേ. പിന്നെ നമ്മൾ ഇത് നടുമ്പോൾ നിറച്ച് ഹോൾസ് അല്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്ന കേട്ടോ. ഉണങ്ങിപ്പോവും, ചിലതൊക്കെ ഉണങ്ങിപ്പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ അറിയോ, നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിലൂടെ ഒക്കെ പോവും, ഇവർക്കൊന്നും കിട്ടൂല, അങ്ങനെ ഉണങ്ങിപ്പോവും. അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു കുപ്പി ഇറക്കി വെക്കുന്നുണ്ട്. കണ്ടോ, ഈ കുപ്പിയിൽ അടിഭാഗം ഹോൾസ് ഉണ്ടാവരുത്. കാരണം അടിഭാഗം ഹോൾസ് ഉണ്ടായാൽ അതിൽ കൂടെ അങ്ങ് പോയി കളിയും. അതുണ്ടാവരുത്. മേലെ എല്ലായിടത്തും ഹോൾസ് ഇടുക. ഇവിടെ വരെ അടി ഇടരുത്. എന്നിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ കുപ്പിയിൽ വെള്ളം ഒഴിച്ചാൽ ഇതിലേക്കെല്ലാം കിട്ടിക്കോളൂ കേട്ടോ. നല്ലൊരു, എനിക്കങ്ങനെ അപകടം പറ്റിയിരുന്നു, എൻ്റെ ഉണങ്ങിപ്പോയിരുന്നു ഒന്ന്. അപ്പം നമ്മൾ ഒരു കുപ്പി നൈസായത് ഇത്ര വണ്ണമില്ലാത്തത് നടുവിലിറക്കി വെക്കുക കേട്ടോ. ഇനി ഞാൻ എൻ്റെ കുറച്ച് വളം ഇടട്ടെ. ഇതുവരെ മഴ ഇല്ല, ഇനിയിപ്പൊരു മഴ ചാറുന്നുണ്ട്. ഞാൻ പണി തുടങ്ങുമ്പോൾ കേട്ടോ. ഇതാണ് എൻ്റെ പൊതീന റോഡ് സൈഡിലുള്ളത്. ഞാൻ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ പറിച്ചിട്ടുണ്ടോ, എല്ലാത്തിനും വേരുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ച് വേരോട് കൂടി അങ്ങ് നട്ടാൽ പ്രശ്നമില്ലല്ലോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇപ്പം തന്നെ അങ്ങ് നിറച്ചിട്ട് കൊടുക്കുക. കുറേ അങ്ങ് നിറച്ചാൽ പിന്നെ നമുക്ക് പിന്നെ പോട്ടി മിക്സ് ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കാമല്ലോ. അത് പോകുന്ന ഇനി ആരും പേടിക്കണ്ട. കാരണം എന്താ അറിയോ, നല്ല വേരുണ്ട്. വേരോടുകൂടി പറിച്ച എൻ്റെ തോട്ടത്തിലൊക്കെ ഉണ്ട്. തോട്ടത്തിലൊക്കെ ഉണ്ടായുള്ള പ്രയാസം എന്താ അറിയോ, ഞമ്മക്കാവോ അത് രാത്രി ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ചിക്കൻ കൊണ്ടുവന്ന് പൊരിക്കണം എന്ന് പറയുന്നത്. ഇപ്പം എല്ലാത്തിനും നമ്മൾക്ക്
പുതിന വേണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ തളർന്നിരിക്കുന്ന സമയത്തായിരിക്കും, പണിയെടുത്ത് തളർന്നിരിക്കുന്ന സമയത്തായിരിക്കും നമുക്കൊന്ന് ലൈം ജ്യൂസ് ഉണ്ടാക്കണം തോന്നുക. അന്നപ്പോൾ നമ്മൾ ഓടണ്ടേ. ഞാൻ എന്താക്കുന്നറിയാം, എല്ലാം കുറച്ച് ഒരൊക്കെ മുറ്റത്ത് ഞാൻ കുറേ നട്ടുപിടിപ്പിച്ച ഇതാ കറിവേപ്പില, മല്ലിച്ചപ്പ് എല്ലാം. സാമ്പാർ വെക്കുമ്പോൾ ഞാൻ കറിവേപ്പില, മല്ലിച്ചപ്പ് എല്ലാം അടുത്ത് തന്നെ എത്തിച്ച ഉണ്ടെങ്കിൽ നമുക്ക് ഓടണ്ട. അങ്ങനൊക്കെ ഒരു സുഖമുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതേടോ ഹാങ് ചെയ്ത് അങ്ങ് ഇട്ടാൽ മതി. എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്യുക, അല്ലെങ്കിൽ വീടിൻ്റെ അടുക്കളൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് അങ്ങ് ഇട്ടാൽ മതി. നല്ല സൗകര്യമാണ്. ഞാനിത് ഫുള്ള് ഇടട്ടെ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. കാരണം നിങ്ങൾക്കും നകളും എന്നോട് എല്ലാവരും പറയൂ. ആദ്യമേ ഇങ്ങനെ നിറച്ച് വെച്ചാൽ എത്ര ഉള്ളത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കുമെന്നറിയോ, ഇത് ഞാൻ ഇനി തോട്ടത്തിൽ കൊണ്ടുപോയി നടും. കുറച്ച് ഈ എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള നിലത്ത് നട്ടാൽ നല്ല ഉഷാറിലുണ്ടാവും. നിലമില്ലാത്തവർക്ക് നമുക്ക് സ്ഥലം വേണ്ടേ, എന്താ വേണം ജമ്മു. അപ്പോൾ നിങ്ങളെ സമയം കളയണ്ട, എൻ്റെയും സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് നിറച്ചു അങ്ങ് നട്ടു കൊടുത്ത്. ഇനി ഉണ്ടാവൂരെന്നുള്ള കേസേ ഉണ്ടാവൂല. നമുക്ക് ഇടം തൂക്കി കൊടുത്താൽ സൂപ്പർ സുന്ദരമായിട്ട് നടാം. ഞാൻ നട്ടിട്ടേ ഉള്ളൂ, മണ്ണിട്ടില്ല കേട്ടോ. മണ്ണും കൂടെ അങ്ങിട്ട് ഇതിൽ ഞാൻ എൻ്റെ കരിയില കമ്പോസ്റ്റും എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ നടുമ്പോൾ ഇങ്ങനെ മണ്ണ് ഒഴിക്കുമ്പോൾ നമ്മളെ കുപ്പി മൂടിയിട്ടില്ലായിരുന്നു. മൂടിയിട്ടാൽ മതിയായിരുന്നു അല്ലേ, അത് സുഖമായിരുന്നു. ഞാൻ മൂടി അങ്ങോട്ട് മാറ്റിക്കളഞ്ഞ് വെള്ളം ഒഴിക്കണ്ടേ വിചാരിച്ചിട്ട്. അതിൻ്റെ ഇടക്ക് മധുരക്കിഴങ്ങിൻ്റെ പീസും, മധുരക്കിഴങ്ങിൻ്റെ പീസേട്ടൻ വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അത് മുളക്കും. മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പറിച്ച് കളയാനേ ഒഴിവുണ്ടാവുള്ളൂ. നല്ല വളക്കൂറുള്ള മണ്ണും ആവശ്യത്തിന് വെയിലും ആവശ്യത്തിന് നനവും കിട്ടിക്കഴിഞ്ഞാൽ പൊതീന ഒരു ഉണ്ടാവലുണ്ടാവും. എപ്പോഴും പൊതീന ആവശ്യമാണ്. എന്തെല്ലാം കഴിപ്പം നല്ല മോഡൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കി, അതിൽ പൊതീന ഉണ്ടാവും, മല്ലിച്ചപ്പ് ഉണ്ടാവും, പൊതീന ഉണ്ടാവും. ഞാൻ മണ്ണിട്ടിട്ട് ഒന്നിങ്ങനെ അങ്ങോട്ട് അമർത്തി കൊടുത്തപ്പോൾ അതിങ്ങനെ നിവർന്ന് നിന്നു കേട്ടോ. നല്ല സൗകര്യമായിട്ടോ അന്നേരം. ഇപ്പം തെളിഞ്ഞ് ജീവൻ വെച്ച പോലെ ഇവർക്ക് കുഴഞ്ഞെടുക്കായിരുന്നു. ഞാൻ ഓരോന്നോരോന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ കൃഷി കണ്ട് അതുപോലെ ചെയ്യുന്നവരാ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇനി കറിവേപ്പിലേക്ക് ക്ഷീണം ഉണ്ടാവരുത്, പൊതീനക്ക് ക്ഷീണം ഉണ്ടാവരുത്, മല്ലിച്ചപ്പിന് ഉണ്ടാവരുത്. ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് നമുക്ക് പെട്ടെന്നല്ല ഇപ്പം മക്കൾ പറയല്. അന്നേരം എല്ലാം നമ്മളിട്ടാ വട്ടത്ത് വേണം. ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവും, 100% വിജയിക്കൂ. മൂടിയിടാത്തത് കൊണ്ടുണ്ടായ പ്രശ്നം അത്. കയ്യിൻ്റെ വിരൽ വെച്ച് കൊടുത്ത്, കാരണം അതിൽ മണ്ണിറങ്ങിയാലേ നമുക്ക് നനക്കാൻ കഴിയൂല. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വളം എന്താണെന്നറിയോ, നമ്മൾ മുറ്റമൊക്കെ എപ്പോഴും പുല്ല് നിറയലല്ലേ, ആ പുല്ല് പറിച്ചിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കും. വെള്ളത്തിലിട്ട് വെച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് പുല്ലിൽ ധാരാളം മൂലകങ്ങൾ വലിച്ചെടുത്തിട്ടാണ് പുല്ല് ഉണ്ടാവുന്നത്. ആ മൂലകങ്ങളൊക്കെ ആ വെള്ളത്തിൽ കിട്ടിയിട്ട് ആ വെള്ളം എടുത്തിട്ട് നമ്മൾ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇതിനിങ്ങനെ ഒഴിച്ച് കുപ്പിയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ ഇത് നല്ല ശക്തിയിൽ ഇങ്ങോട്ടുണ്ടാവും. പച്ചപ്പ് നല്ല പച്ചപ്പോടുകൂടെ വേര് നല്ല കരുത്തുണ്ടായിട്ട് വേര് ചീച്ചിലുണ്ടാവൂല. അങ്ങനെ എല്ലാ സൗകര്യവും എന്തൊക്കെ മൂലങ്ങൾ വളരാൻ വേണോ അതൊക്കെ വെള്ളത്തിലുണ്ട്. അത് നമുക്ക് ഇതിന് മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെ തന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരൻ ചീവീടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ സൗണ്ടൊക്കെ ഇപ്പം നിന്ന്. എന്തിനാണ് ഇവരിങ്ങനെ വൈകുന്നേരങ്ങളിൽ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് എന്തോ ഒരു ശാസ്ത്രീയമായ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ചുറ്റും നട്ടല്ലോ, നമ്മൾ കുപ്പി കാണാത്ത രീതിയിൽ ഇനി ഉണ്ടാവും. എങ്ങനെയാണെന്നറിയോ, മേലെ അങ്ങ് നട്ടു കൊടുക്കുക. വേര് വന്ന് നിറഞ്ഞെടുക്കുന്ന അമർത്തിയൊന്നും വേണ്ട, അങ്ങ് വെച്ചു കൊടുത്താൽ അത് അങ്ങ് പൊയ്ക്കോളൂ. ഇതൊക്കെ ഉണ്ടാവാൻ വിചാരിച്ചാൽ അങ്ങനെ നല്ലോണം ഉണ്ടാവും. ചിലത് നമ്മൾ ഓമനിച്ച് ഓരോരുത്തർ കറിവേപ്പിലൊക്കെ എന്തോരോമനിച്ചാ ഉണ്ടാക്കുന്നു, എന്നുവെച്ചാൽ അവർക്ക് ഉണ്ടായില്ല. അങ്ങനെയാണ്, നിസ്സാരാക്കി കളഞ്ഞാൽ നല്ലോണം ഉണ്ടാവും. ദിവസം എൻ്റെ വീട്ടിലെ കല്യാണം തന്നെ ഇരുന്ന് വെച്ചിരുന്ന് പെണ്ണും ചെക്കനും സ്റ്റേജിമേലേക്ക് വരുമ്പോൾ ഭയങ്കര പാട്ട്. ആ പാട്ട് വെച്ചിട്ട് ഞാൻ അങ്ങ് ഇട്ടാലുണ്ടല്ലോ കോപ്പിറൈറ്റ് ആയി പോവും. അതുകൊണ്ട്
എന്നിട്ട് ഞാൻ സൗണ്ട് ഇല്ലാണ്ട് ഇനി മഴ പെയ്തു ഇവിടെ സ്ഥലം മാറട്ടെ. ഇതാ കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇതൊന്ന് തൂക്കിയിട്ടാ പിന്നെ നമ്മൾ ഒന്നും അറിയണ്ട. എന്റെ പൊതിയിലതാ ആ എന്താ എനിക്ക് ഇങ്ങനത്തെ കണ്ണ് ഭയങ്കര ഇഷ്ടാ. എന്തൊരു ഭംഗിയാ കാണാൻ. എനിക്ക് ഇങ്ങനെ നോക്കി നിൽക്കും ഞാൻ എന്തെങ്കിലും നട്ടാല്. അടിപൊളിയാ. മഴ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നട്ട് കഴിഞ്ഞ് 2 ആഴ്ചക്ക് നിങ്ങൾ വെയിലത്ത് വെക്കേ ചെയ്യരുത്, തണലത്ത് വെക്കണം. എൻ്റെത് അങ്ങനെ നാശമായി പോയിരുന്നു. അതാ ഞാൻ പറഞ്ഞ എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാ. എവിടെ നിന്നാലും മഴ കൊള്ളില്ല കേട്ടോ. ഇവിടെയൊക്കെ തട്ടുക. എന്താ മഴ കണ്ടോ. ഇപ്പൊ വെയിലത്ത് വെക്കാണ്ട് നിന്നാ മതി. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ പൊതിയുന്നതാ അടിപൊളി അടിപൊളി. നല്ല സൂപ്പർ മഴ. അത് മഴയത്ത് വെച്ചാൽ കുഴപ്പമില്ല, വെയിലുള്ളാൻ പറ്റൂല. അപ്പൊ ഞാൻ തണലത്ത് വെക്കുക. എന്താ ഇവിടെ വെക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഞാന് ഇതിന് വളരാൻ വെയിൽ വേണോ, പക്ഷെ അത് ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തണലത്ത് വെച്ചതാട്ടോ. ഞാൻ ഇവിടെ നിന്ന് കെട്ടിയിരട്ടെ. അതാ അപ്പൊ ഞാൻ എല്ലാം നട്ട് കഴിഞ്ഞ് മേലെയും നട്ട്. ഇനിയിപ്പോ ഒരു പൊതീന ബോളായിട്ട് മാറും, കുപ്പി കാണാത്ത രീതിയിൽ. അപ്പൊ ഇതിൽ നട്ടതും ഇതിൽ നടുമ്പം ചെയ്യേണ്ട കുറെ ബുദ്ധി പ്രയോഗിച്ച് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. ഇതാ അങ്ങനെ ഞാൻ നട്ട് കഴിഞ്ഞു. ഒരു ഭാഗത്ത് മഴ, ഒരു ഭാഗത്ത് ചീവീട്. ഞാൻ അങ്ങോട്ട് മാറി നിന്നതായിരുന്നു കേട്ടോ. അപ്പോ ഇതുപോലെ നമുക്ക് 10 മണി നല്ലതാ. 10 മണി ഇങ്ങനെ തന്നെ നടാ, പൂബോൾ ഉണ്ടാക്കും ഞാൻ. അപ്പൊ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.